റഷ്യ ഉക്രൈൻ വാർ വളരെ തീവ്രമായിട്ടാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക, റഷ്യ ഉക്രൈൻ്റെ മറ്റ് സ്ഥലങ്ങളും വില്ലേജുകളും ഓരോന്നായിട്ട് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10,000-ൽ പരം നോർത്ത് കൊറിയൻ സൈനികർ ഉക്രൈൻ പിടിച്ചെടുത്ത് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ട്. അതിപ്പം 1,00,000 എന്ന് പറയുന്നു. അവർക്കും ശരിക്കും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് വാറിൽ ഏർപ്പെടുന്നത്. കാരണം ഈ വാറുമായിട്ട് ഫെമിലറൈസ് ചെയ്യാൻ സമയമെടുക്കും. അവർക്ക് ശരിക്കും കാഷ്വാലിറ്റി അല്ല. പല ആൾക്കാരും വലിയൊരു വിഭാഗം ആൾക്കാർ ഉക്രൈൻ്റെ മിസൈലിലും ഡ്രോൺ അറ്റാക്കിലും കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഇനി ആലോചിച്ച് നോക്കാം. നമ്മൾ മനസ്സിലാക്കി, ഇന്നലെയാണ് ഈ വാർ തുടങ്ങിയിട്ട് ഏകദേശം 1000 ദിവസങ്ങളായത്. ലോകം മുഴുവനും പല എക്സ്പേർട്ടുകളും പറഞ്ഞത് ഇത് ഒരാഴ്ച കൂടുതൽ ഈ വാർ നീണ്ടു നിൽക്കില്ല. അത് കഴിഞ്ഞ് ഇത് സന്ധി സംഭാഷണത്തിലും ഡിസ്കഷനിലും പോകും. ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ ഇതൊരു വലിയ ഘടകമായി മാറി. അതായത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇവിടുത്തെ മീഡിയ ഒക്കെ പ്രചരിപ്പിച്ച പോലല്ല. ബൈഡൻ മത്സരിച്ചില്ല, കമല ഹാരിസ് പരാജയപ്പെട്ടു, ഡൊണാൾഡ് ട്രംപ് തിരികെ വന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നൊരു സംഭവമുണ്ട്, ഈ വാർ അദ്ദേഹം അധികാരത്തിൽ കയറി 24 മണിക്കൂറിനുള്ളിൽ അത് പൂർണ്ണമായിട്ടും മാറ്റും. അതേപോലെ തന്നെ പറഞ്ഞൊരു സംഭവമുണ്ട്, പുട്ടിനുമായിട്ട് അദ്ദേഹം എലക്ട് ചെയ്ത ശേഷം, അതായത് അമേരിക്കൻ പ്രസിഡൻ്റ് ആയ ശേഷം പുട്ടിൻ ഇങ്ങനെ വിളിച്ച സമയത്ത്, ഫോൺ ചെയ്ത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ച സമയത്ത്, വാർ ഫർദർ എസ്കലേറ്റ് ചെയ്യരുത്, നമുക്കെല്ലാം സംസാരിച്ച് തീരുമാനമാക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലാക്കുക, ഇതേ സമയം തന്നെ ഈ നാറ്റോ പിരിച്ചു വീണു, അതിൻ്റെ അകത്ത് നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് തന്നെ നാറ്റോയ്ക്ക് വേണ്ടി അതിൻ്റെ മേധാവിയായിട്ട് അമേരിക്കൻ അംബാസഡറായിട്ട് ഒരാളെ നിയമിച്ചും കഴിഞ്ഞു. ഇപ്പം എങ്ങനെയാണ് ഈ വാർ പെട്ടെന്ന് ഈ ബൈഡൻ അതിൻ്റെ ഒരു കാരണമായി മാറി, എസ്കലേറ്റ് ചെയ്യാൻ കാരണമായി മാറി. കാരണം അദ്ദേഹം 2 മാസം കൂടിയുള്ള അദ്ദേഹം ഒഴിയാൻ പോവുകയാണ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട്. അപ്പോൾ യുക്രൈന് കൊടുത്തിരിക്കുന്ന പല ദീർഘദൂര മിസൈലുകളുണ്ട് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. കാരണം നേരത്തെ ഹിമാർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് റേഞ്ച് മിസൈലാണ് കൊടുത്തത്. അത് ഉക്രൈൻ്റെ അതിർത്തി വിട്ട് റഷ്യക്കകത്ത് കയറാൻ പറ്റുകയില്ലായിരുന്നു, കാരണം ഒരു ലോഞ്ചിങ് പാഡിൽ നിന്ന്. പക്ഷേ ഇപ്പം കൊടുത്തിരിക്കുന്ന നേരത്തെ കൊടുത്ത മിസൈലാണ് ഉക്രൈന് പെർമിഷൻ കൊടുത്തു അത് റഷ്യയുടെ ഡീപ്പായിട്ട് അറ്റാക്ക് ചെയ്യാൻ. ലോങ് റേഞ്ച് മിസൈൽ, അതിന് ഏകദേശം 190 മൈൽസാണ്, ഏകദേശം 300 കിലോമീറ്റർ റഷ്യയുടെ അകത്തോട്ട് ഡീപ്പായിട്ട് ഇത് കയറിപ്പോകും. അതായത് മോസ്കോ അറ്റാക്ക് ചെയ്യും, ആ സിറ്റി അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ ഇവർ തൊടുത്തത് ഏകദേശം 5-6 ഈ ലോങ് റേഞ്ച് മിസൈലാണ്, അതായത് 300 കിലോമീറ്റർ പോകുന്നത്. അപ്പം ഇത് റഷ്യയുടെ സൈനിക താവളമുണ്ട്, വലിയൊരു സൈനിക താവളം. അപ്പം അവിടെ നിന്നാണ് ഈ സൈന്യമെല്ലാം വരുന്നത് ഉക്രൈൻ ഭാഗത്തോട്ട്. ആ താവളത്തെ പൂർണ്ണമായിട്ട് അവിടെ സ്റ്റോറേജിനൊക്കെ ഹിറ്റ് ചെയ്ത് വലിയ ബ്ലാസ്റ്റ് ഉണ്ടായി എന്നാണ് പല അന്തർദേശീയ മാധ്യമങ്ങളും റഷ്യൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യ പറയുന്നു ഏകദേശം ഒരു 4ഓളം അമേരിക്കൻ മിസൈൽ അടിച്ചിട്ടു എന്ന്. പക്ഷേ അത് വിശ്വസിക്കാനുള്ള എനിക്കത് വിശ്വാസം വരുന്നില്ല അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇത്രയും മിസൈൽ അവിടെ പോയിട്ടും പല അറ്റാക്ക് ഉണ്ടായിട്ടും റഷ്യയുടെ ആൻറ്റി മിസൈൽ സിസ്റ്റം പ്രാപ്തമല്ല. അതുമല്ല, ഇതൊരു സൂപ്പർസോണിക് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന മിസൈലാണിത്. ഈ സാധനം അമേരിക്ക ഇപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്യാൻ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇത് പ്രതിരോധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നതിൻ്റെ പേരിലാണ് അമേരിക്ക തന്നെ അവരുടെ എംബസി അവിടുന്ന് കീവിൽ നിന്നും അത് ഉക്രൈനിൽ നിന്നും പൂട്ടാൻ തയ്യാറായിരിക്കുന്നത്. അതായത് വാർ എസ്കലേഷൻ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങളുണ്ട്. ഫർദറായിട്ട് ഈ ഉക്രൈൻ ഇതേപോലെ ലോങ് റേഞ്ച് മിസൈൽ വിട്ട് മോസ്കോ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ അടിക്കുകയാണെങ്കിൽ, ഞാനൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ന്യൂക്ലിയർ വെപ്പൺസ് റഷ്യ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊരു സാധ്യത വരുമ്പോൾ നമ്മൾ കാണാം എന്താണ് പിന്നീട് ഉണ്ടാകുന്നത്. ഈ ചുറ്റും കിടക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഇവിടെ എല്ലാം അമേരിക്കയുടെ ബേസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഈ പുട്ടിനെ കയറിയാൻ കാട്ടുക. കാരണം ബൈഡൻ ഒന്ന് തീരുമാനിച്ചു, പുട്ടിനെ തീർത്തിട്ടങ്ങ് കസേര ഒഴിഞ്ഞു കൊടുക്കാം. അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഈ സാങ്ഷൻ കൊടുക്കുന്നത്, അത് കയറി അടിച്ചോളാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ആലോചിച്ച് നോക്കുക, പുട്ടിൻ ന്യൂക്ലിയർ വെപ്പൺസ് ലിമിറ്റഡ് രീതിയിൽ, കാരണം ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാൻ പല കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്ന് ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലാത്ത രാജ്യത്തെ ഉപയോഗിക്കരുത് എന്നാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അയാൾ പിന്മാറി, കാരണം ഉക്രൈൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ല. പക്ഷേ ഉക്രൈന് ചുറ്റും കിടക്കുന്ന അമേരിക്കൻ ബേസും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും, അതായത് റഷ്യ ഇൻ കേസ് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചാൽ
ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, 4-5 ദിവസത്തിൽ കൂടുതൽ പിന്നീട് പുടിൻ റഷ്യൻ പ്രസിഡൻ്റായിട്ട് തുടരില്ല. അതാണ് ഫർദറായിട്ട് ഈ പല എക്സ്പേർട്ടുകളും പറയുന്നത്. കാരണം ഈ കിടക്കുന്ന നാറ്റോ രാജ്യങ്ങളിലെ ബേസുകളും മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും മുഴുവനും അവിടെ കയറി അറ്റാക്ക് ചെയ്യും, റഷ്യ കയറി അറ്റാക്ക് ചെയ്യും. അതിനെ തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള കേപ്പബിലിറ്റി റഷ്യക്കില്ല. കാരണം ഇത്രയും പേരും കൂടി ഒരുമിച്ച് കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ എവിടെ എന്ത് ചെയ്യുമെന്നുള്ളത് റഷ്യൻ, കാരണം അവരുടെ സൈന്യം തന്നെ ശോഷിച്ചു പോയി. അപ്പോൾ ഈ പറയുന്ന ഈ 100,000 പേര് നോർത്ത് കൊറിയയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അവർക്ക് ഈ പറയുന്ന വാറും ഈ പറയുന്ന വെപ്പൺസുമായിട്ടൊന്നും അവർക്ക് വലിയ പിടിയൊന്നുമില്ല. അത് പൂർണ്ണമായിട്ടും മാറിയ ടെറൈനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വാർ എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുടിൻ തെറിക്കും. ഈ മോസ്കോ എന്ന് പറയുന്ന സിറ്റി ഇല്ലാതായി കളയും. ഇതാണ് എനിക്കിതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയാണെങ്കിലും ചൈനയാണെങ്കിലും റഷ്യൻ പ്രസിഡൻറ്റുമായിട്ട് ഫോണിൽ സംസാരിച്ചു. ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കരുത്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കും, അതായത് റഷ്യക്കെതിരെ പോകേണ്ടി വരും എന്ന് ഒന്നൊരു ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടി അറിയിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം റഷ്യ ആ രീതിയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. പല ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെ അവിടെ ഉണ്ട്. കാരണം ഇവരെല്ലാം ഇത് വളരെ ക്രൂരമായിട്ടാണ് കൊല്ലപ്പെടുന്നത്. അപ്പം അതിനെ ഓവർകം ചെയ്ത് പുടിൻ എന്ത് ചെയ്യും? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അതായത് മനസ്സിലാക്കേണ്ട പോയിൻ്റ്, ഉക്രൈൻ വീണ്ടും അറ്റാക്ക് ചെയ്യും. കാരണം അവർ പറയുന്ന അവരുടെ സോവറിൻ രാജ്യമാണ്, അതിലോട്ട് വീണ്ടും കടന്നു കയറി അറ്റാക്ക് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. അപ്പം ബൈഡനുള്ളത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അപ്പം ഇതിനുള്ള, കാരണം ട്രംപ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെഗോസിയേഷനും ടോക്സും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഉക്രൈൻ ഈ ടോക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സ്ഥലം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് കുറയുമെന്നുള്ളതിൻ്റെ പേരിലാണ് ഈ വെപ്പൺസ് കൊടുത്ത് ഇവരെ അടിക്കുന്നത്. ഇതാണ് ഇവർ പറയുന്ന അമേരിക്ക പറയുന്ന പ്രധാനപ്പെട്ട കാരണം. കാരണം ഉക്രൈനെ ഡിഫെൻഡ് ചെയ്യുക മാത്രമല്ല, നെഗോസിയേഷൻ ടേബിളിന് മുമ്പിലിരിക്കുമ്പോൾ ഉക്രൈന് വാദിക്കാൻ ചില പോയിന്റുകൾ വേണം. കാരണം അവരുടെ ഇത്ര പെർസെൻറ്റേജ് സ്ഥലമുണ്ട് റഷ്യയുടെ, ഇത് തരുവാണെങ്കിൽ ഇത് വിട്ടുതരാം. ആ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഉക്രൈൻ ഈ വെപ്പൺസ് കൊടുത്തത് എന്നാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിലെ പലരും ഇവിടുത്തെ പത്രങ്ങളിൽ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ എസ്കലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ റഷ്യ ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ വെപ്പൺസോ അതേപോലെ വലിയ രീതിയിൽ ഉക്രൈനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഏകദേശം 2-3 ദിവസം കൊണ്ട് റഷ്യയും മോസ്കോയും തീർത്തും കളയും. അതോടുകൂടി റഷ്യ അങ്ങ് ചരിത്രമായിട്ട് മാറും. അപ്പം അത് പോകുമോ, അതോടുകൂടി പുടിൻ തെറിക്കും ഉറപ്പായിട്ടും. അപ്പോൾ അത് വേണോ അതോ ലോഹ്യത്തിൽ പോകണോ? അതായത് ഈ വാർ എങ്ങനെയെങ്കിലും നിൽക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആണെങ്കിൽ, അതായത് ബൈഡന് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ തന്നെ അമേരിക്കയിലുള്ള പല സീനിയറായിട്ടുള്ള ഡിഫൻസിൻ്റെ എക്സ്പേർട്ടുകൾക്കും അതേപോലെ യൂറോപ്പിലുള്ളവർക്കും ഇപ്പോൾ വ്ളാദിമിർ സെലൻസ്കി പോലും അയാളും പോലും പറയുന്നത് എങ്ങനെയെങ്കിലും നിർത്തണമെന്നാണ്. 2025 പൂർണ്ണമായിട്ടും വിരാമം ഇടേണ്ട. കാരണം വാർ ഒരു പരിധി കഴിഞ്ഞ് എല്ലാവരും മടുത്തു പോകും. കാരണം എല്ലാത്തിനും ഡിഫെൻസീവും ഒഫെൻസീവായിട്ട് ഇത്ര പെർസെൻറ്റേജ് കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നത്തെ ന്യൂ ഏജ് വാറിൽ. കാരണം അവരൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഈ സാധനങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യം പ്രധാനമായും അവരെ സഹായിക്കുന്ന അമേരിക്കയാണ്. അപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ ആ സഹായം നിൽക്കുമെന്നുള്ള ഭയവും കാരണം ഉക്രൈൻ പ്രസിഡൻ്റുണ്ട്. കാരണം ഉക്രൈനിൽ ഇലക്ഷൻ കൂടെ വരാൻ പോവുകയാണ്. ഇപ്പോഴുണ്ടായ ഈ വലിയ മാറ്റം എന്ന് പറയുന്നത് അമേരിക്കൻ ഇലക്ഷൻ തന്നെയാണ്. കാരണം ട്രംപ് വന്നത് തന്നെയാണ് ഈ ബൈഡൻ ഇങ്ങനെ ഒരു തീരുമാനം ഉക്രൈന് സാങ്ഷൻ കൊടുക്കുകയും അതായത് പെർമിറ്റ് കൊടുത്ത് അറ്റാക്ക് ചെയ്തോളാൻ. അപ്പോൾ ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്ത് ഏത് രീതിയിലായിരിക്കും പുടിൻ പ്രൊവോക്ക് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് മുന്നോട്ട് പോകുക. കാരണം ഇത് ലോക രാജ്യങ്ങൾ വളരെ സസൂക്ഷ്മമാണ് ഇത് വീക്ഷിക്കുക, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഇത് ഫർദറായിട്ട് പല രാജ്യങ്ങളുടെ എക്കോണമിയും സപ്ലൈ ചെയിനെയും ഒക്കെ ബാധിക്കും. ബാൾട്ടിക് കേബിളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം പുടിനെ ഇപ്പോൾ ലോകത്തൊരു ഡെവിളായിട്ട് കാണുന്ന സ്ഥിതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയും ചില കാര്യങ്ങൾ പുടിനെ ധരിപ്പിച്ചു എന്ന് അറിയാൻ സാധിക്കും. കാരണം ഇന്ത്യക്ക് ഒരു കാരണവശാലും ഈ 2 രാജ്യങ്ങൾ ഫർദർ വാറിനോട് പോകാൻ താല്പര്യമില്ല. ഏതെങ്കിലും രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തൊരു സീസ് ഫയർ ഉണ്ടാകണം. അത് തന്നെയാണ് ഇന്ത്യയാണെങ്കിൽ. ഇപ്പോൾ ചൈനയും അങ്ങനെയാണ് പറയുന്നത്, ഇത് എസ്കലേറ്റ് ചെയ്യരുത്. കാരണം എല്ലാവരെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്, ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ എങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന നിലയിലാണ് പോകുമ്പോഴാണ് ഈ പറയുന്ന ഉക്രൈൻ അതിഭയങ്കരമായ രീതിയിൽ അമേരിക്കൻ വെപ്പൺസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നത്.
ഇത് ഫർദർ എവിടം വരെ പോകുന്നുള്ള വരാൻ പോകുന്ന 4-5 ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. കാരണം മറ്റുള്ള ചില യൂറോപ്യൻ രാജ്യങ്ങളും കീവിലുള്ള അവരുടെ എംബസി ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം അവരും പ്രതീക്ഷിക്കുന്നുണ്ട് പുടിൻ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യണം, ഇതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസാണ് ഗ്ലോബൽ മീഡിയയിലാണെങ്കിൽ ഗ്ലോബലായിട്ട് ഡിസ്കഷൻ നടക്കുന്നത്. ഇതിനെപ്പറ്റി പല ഒപ്പീനിയൻസും അതായത് ഡിഫൻസ് എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് പുടിൻ ഒരു കാരണവശാലും ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. അയാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാം 3-4 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് ഫർദർ ഇരിക്കാൻ പറ്റില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് മോസ്കോ എന്ന് പറഞ്ഞ സിറ്റിയും റഷ്യൻ ഡിഫൻസും എല്ലാം കൂടെ നാശകോടാലിയാക്കി കൊടുക്കും. അപ്പോൾ അത് വേണോ ഇത് വേണോ, ഇതാണ് ഇവിടുത്തെ ചോദ്യം. ഇതുമായിട്ട് എങ്ങനെ പോകും, ഇതൊക്കെ വരാനുള്ള ദിവസങ്ങളാണ് നമുക്കറിയുവാൻ സാധിക്കുന്നത്.